ഹായ് ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വന്നിട്ട് 5 ഹാബിറ്റ്സ് ദാറ്റ് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കുറച്ച് ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ് അത് ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോണേ. അപ്പോൾ അത്തരത്തിലുള്ള ഹാബിറ്റ്സ് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പം അതിൽ ഒന്നാമതായിട്ട് പറയാനുള്ളത്, നമ്മൾ രാവിലെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക. രാവിലെ എഴുന്നേൽക്കാൻ മാത്രമല്ല, ഈ ഒരു കാര്യം കേൾക്കുമ്പോഴത്തേനും നമ്മളെല്ലാം വിചാരിക്കുമോ, രാവിലെ ഇപ്പോൾ എങ്ങനെ ഇന്നലെ ലേറ്റ് ആയിട്ടല്ല കിടന്നേ, എങ്ങനെ ഞാൻ രാവിലെ ഇപ്പോൾ എഴുന്നേൽക്കുക, ഇങ്ങനെയുള്ള കുറേ തോട്ട് നമ്മുടെ മനസ്സിൽ വരും. അപ്പം രാവിലെ എഴുന്നേൽക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, വൺസ് നമ്മുടെ ബോഡി ക്ലോക്ക് വേക്ക് ആവുകയാണ്. ആ ഒരു ടൈമിൽ നമ്മുടെ ബോഡി ക്ലോക്ക് വേക്ക് ആവുകയാണ്. ആ ഒരു സമയത്ത് നമുക്ക് കൂടുതൽ എനർജൈസ് ചെയ്യുന്ന, നമ്മുടെ ബോഡി ഭയങ്കര പീക്ക് ലെവൽ എനർജിയിലായിരിക്കും മോർണിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സമയത്ത് എഴുന്നേൽക്കുക മാത്രമല്ല, നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ ബെഡ് പുതപ്പ് അങ്ങനെയൊക്കെ ഉള്ളതൊന്ന് നീറ്റായിട്ട് വിരിച്ചിട്ട് എണീറ്റ് പോവുക. അപ്പം വേറെ ആൾ വന്ന് നോക്കിയാൽ തലേന്ന് ഇവിടെ ഒരാൾ കിടന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവും കാണാത്ത രീതിയിൽ നമ്മൾ ആ ബെഡിനെ വിരിച്ച് വൃത്തിയാക്കി ഇട്ടിട്ട് ഏറ്റു പോവുക. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ശീലമാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പിന്നെ എപ്പോഴേലും വന്ന് കാണുമ്പോഴത്തേനും ഈ ചില ബെഡുകൾ കണ്ടിട്ടുണ്ട്, നമ്മൾ തുണിയൊക്കെ ഉണങ്ങിയിട്ട് എടുത്തിട്ട് വരുമ്പോഴത്തേനും കൊണ്ടേ കട്ടിലോട്ട് അങ്ങിടും മണക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. പിന്നെ എപ്പോഴേലും ആയിരിക്കും അത് അവിടെ കിടപ്പുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ രാത്രിയിൽ കിടക്കാൻ വരുമ്പോഴായിരിക്കും ഇത് കാണുന്നുണ്ടാവുക. അപ്പം എന്ത് ചെയ്യും, ഈ തുണീനെ മൊത്തം തള്ളിയൊരു സൈഡിൽ വെച്ചിട്ട് നമ്മൾ അങ്ങ് കയറി കിടക്കും. അപ്പം അങ്ങനെ ഒരു മെസ്സി ലൈഫിൽ നിന്ന് നമ്മൾ മാറി നമ്മുടെ നമ്മുടെ ആ ഒരു കിടക്കുന്ന സറൗണ്ടിങ് പാർട്ട് നമ്മൾ നല്ല നീറ്റാക്കി വെക്കുക. ഇപ്പം എൻ്റെ അമ്മയൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പം സിങ്കിൽ പാത്രം കഴുകുമ്പോഴത്തേനും ഇതുപോലെ യൂസ് ചെയ്ത് കഴിഞ്ഞ പാത്രങ്ങൾ ഫുള്ള് സിങ്കിൽ കൊണ്ടിടരുത്. അഥവാ ഇട്ടാൽ തന്നെ അത് അന്നേ ദിവസം തന്നെ ഫുള്ള് കഴുകി വെക്കണം. കാര്യം എന്തെന്ന് വെച്ചാൽ, പിറ്റേന്ന് നമ്മൾ എഴുന്നേറ്റ് ആദ്യം കാണുന്ന ഈ ഒരു ഇതാണ്, അത് നമ്മുടെ ഫുൾ മൂഡിനെ എഫക്റ്റ് ചെയ്യും. അതേപോലെ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞ ബെഡിൻ്റെ കേസും. അപ്പോൾ ബെഡിൽ നമ്മൾ കിടന്നു, നമ്മൾ അപ്പം തന്നെ എഴുന്നേറ്റ് പോയി, നമ്മൾ വിരിച്ചുമില്ല ഒന്നുമില്ല, എല്ലാം ചുരുണ്ടു പെറുക്കി അങ്ങനെ കിടക്കുകയാണ്. നമ്മളൊരു കുളിയും പരിപാടി എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എന്തെന്നാണ് ഈ ബെഡ് ഇങ്ങനെ കിടക്കുന്നത്, അല്ലെ പുറത്തുനിന്ന് ഒരാൾ വന്ന് ബെഡ് കാണുകയാണ്. പുറത്തുനിന്ന് ഒരാളെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ റൂമിൽ വരുന്ന സമയത്ത് ബെഡ് കിടക്കുകയാണ് ഇങ്ങനെ, ഓട്ടോമാറ്റിക്കലി അവർ നമ്മളെ ജഡ്ജ് ചെയ്യും. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് മാക്സിമം നേരത്തെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ബെഡ് പ്രോപ്പറായിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബെഡും തലേണയും അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ബ്ലാങ്കറ്റും മടക്കി അതൊരു സൈഡിൽ വെക്കാൻ ശ്രദ്ധിക്കാം. ദെൻ നമ്മൾ ഒറ്റയ്ക്കിരിക്കണം. ഈ ഒറ്റയ്ക്കിരിക്കുന്നതിന് ആക്ച്വലി കുറേ ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട്. അപ്പം നമ്മൾ പറയും ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് എനിക്ക് ഒരുപാട് ചിന്തകൾ വരുന്നത്. ഈ ഓവർ തിങ്കിങ് കേസൊക്കെ ആ ഒരു സമയത്താണ് വരുന്നതെന്ന് പറയും. ഓവർ തിങ്കിങ്ങിന് ഈ പറഞ്ഞ പോലെ ഒരു നെഗറ്റീവ് സൈഡും ഉണ്ട്, പോസിറ്റീവ് സൈഡും ഉണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് നമ്മളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത്. നമ്മളിപ്പോൾ ആൾക്കാരുടെ കൂടെ ഇരിക്കുമ്പോഴത്തേനും നമ്മൾ എന്താ ചെയ്യുക, അവരുമായിട്ട് എൻഗേജ് ചെയ്ത് അവരോട് സംസാരിച്ചു അങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. അത് കാട് കയറിപ്പോണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമ്മളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് പല തീരുമാനങ്ങളും നമുക്ക് ആ ഒരു സമയത്ത് എടുക്കാൻ പറ്റും. ഇപ്പം എൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ, ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കാറുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കുറേ തീരുമാനങ്ങൾ എടുക്കും. ഈ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യണം, അല്ലെ ഓക്കെ ഇന്നിപ്പോൾ ഞാനിത് ചെയ്തിട്ടില്ല, ഓക്കെ ഇത് ഇന്ന് ചെയ്യണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് കുറേ പ്രൊഡക്റ്റീവ് ആവാനുള്ള കാര്യങ്ങൾ, ഡിസിഷൻസ് നമുക്ക് ആ ഒരു ടൈമിൽ എടുക്കാൻ പറ്റും. വേറെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. ഇപ്പം ഇത് കേൾക്കുന്നവർ പറയും എനിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാനൊന്നും പറ്റത്തില്ല, കാര്യം എൻ്റെ ചുറ്റുപാട് ഒരുപാട് പേരുണ്ട്, എനിക്ക് വർക്കിംഗ് ടൈമില്ല, എനിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ. ഒന്ന് നോക്കിക്കേ, വൺസ് നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്നൊന്ന് ശീലിച്ചു നോക്കി, കുറച്ചു നേരം, ഇത്ര മണിക്കൂർ ഇരിക്കണം എന്നൊന്നുമില്ല, കുറച്ചു നേരം നമുക്ക് വേണ്ടിയിട്ട് മാത്രം ഒന്ന് ഉൾവലിഞ്ഞ് നിന്നേ. അപ്പം നമുക്കറിയാം നമ്മൾ എന്താണ് വിചാരിക്കുന്നത്, നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും. അതേപോലെ തന്നെയാണ് നമ്മൾക്ക് എന്താ പറയുക, ഓവർ എക്സ്പ്ലനേഷൻ, അതേപോലെ ജസ്റ്റിഫിക്കേഷൻ, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവമുള്ള ആളാണ് നിങ്ങളെങ്കിൽ അതിവിടെ നിർത്തിക്കോളാം. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. അത് ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ ശരിയാണോ, പരിപാടി എന്തായാലും കഴിഞ്ഞു, സംഭവം കഴിഞ്ഞു, ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അപ്പം എന്താണോ ശരിയായിട്ട് തോന്നിയത് അതാണ് നിങ്ങളവിടെ ചെയ്തത്. ഞാൻ എപ്പോഴും പറയാനുള്ളൊരു കാര്യമാണ്, ഒരിക്കലും ഒരു പീപ്പിൾ പ്ലീസർ ആയിട്ട് നിന്നിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയണേ, നമുക്ക് ഒരാളുടെയും ഒരു ഗുഡ് ബുക്കിൽ കയറി പറ്റിയിട്ട് നമുക്കൊന്നും നേടാനില്ല. അവർ നമുക്കൊന്നും കൊണ്ടുതരാനില്ല, നമുക്കൊന്നും കിട്ടാനുമില്ല.
അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരാളുടെയും പീപ്പിൾ പ്ലീസർ ആയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ദെൻ ഈ പറഞ്ഞ പോലെ തന്നെ എക്സ്പ്ലനേഷൻ നമുക്ക് വേണ്ടപ്പെട്ട ആളയ്യോ നമ്മളെ തെറ്റിദ്ധരിച്ചല്ലോ, അത് ഞാൻ ഇന്ന കാരണം കൊണ്ടാണ് ഞാനത് ചെയ്തത്, അല്ലാതെ ഞാൻ ചെയ്യത്തില്ലായിരുന്നു, ഇങ്ങനെ പറഞ്ഞ് നമ്മളെ തന്നെ ഓവർ എക്സ്പ്ലെയിൻ ചെയ്തും ജസ്റ്റിഫൈ ചെയ്തും ഇങ്ങനെ പോവാണ്. ആക്ച്വലി അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആ പോയിന്റിൽ എന്താണോ ശരിയെന്ന് തോന്നി നമ്മളത് ചെയ്തു, നമ്മുടെ ശരിയാണത്. നമ്മുടെ ശരി വേറൊക്കെ ശരിയാവണം എന്നില്ല എന്നും വെച്ച് നമ്മൾ ഇത് ഒരു റിലേഷൻ്റെ കേസിലാണെങ്കിലും എന്തിൻ്റെ കേസിലാണെങ്കിലും ജസ്റ്റിഫിക്കേഷനും ഓവർ എക്സ്പ്ലനേഷനെയും ആവശ്യമില്ല. നമ്മളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് മനസ്സിലാവും, ഓക്കെ ഇവൾ ആ സമയത്ത് അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ഇത് ചെയ്തത്, അത് അവളുടെ ശരിയാണ്, അതത്രേ ഉള്ളൂ, അതവിടെ വിടുക, അങ്ങനെ ചിന്തിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഓവർ എക്സ്പ്ലനേഷനും ജസ്റ്റിഫിക്കേഷനും വേണ്ടാന്ന് വെക്കുക. ദെൻ ചില ഡിസ്കഷൻസ് ഉണ്ടാവും, നമ്മളെ യാതൊരു തരത്തിലും എഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസ്കഷൻ ആയിരിക്കത്തില്ല അത്. മേ ബി നമ്മുടെ ഏജ് ഗ്രൂപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ മുതിർന്നവരായിരിക്കും. നമ്മളിപ്പം നമ്മളെക്കുറിച്ച് അല്ലാത്തൊരു ഡിസ്കഷനിൽ നമ്മൾ പോയി പാർട്ടാവുകയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഏതോ ഒരു നാട്ടിൽ ആർക്കോ വന്ന ഒരു സ്റ്റോറി ഇൻ ദ സെൻസ് അവർക്കുണ്ടായ ഒരു കഷ്ടപ്പാടോ അവരുടെ ഒരു ഇതോ, ഇവർ ഈ സംസാരം കഴിഞ്ഞ് അവരങ്ങ് പോകും. പിന്നെ നമ്മുടെ മൈൻഡിൽ ഈ സാധനം കിടക്കും, അയ്യോ എന്നാലും അവരെന്തിനാ ഇപ്പം അങ്ങനെ ചെയ്തത്, എന്നാലും കഷ്ടമില്ലേ. ഈ കാര്യം നമ്മൾ ഇവിടെ കേട്ട കാര്യം നമ്മൾ വേറെ ഡിസ്കസ് ചെയ്യും. അപ്പം അത്തരത്തിലുള്ള ഡിസ്കഷൻസിൽ നിന്ന് മാക്സിമം വിട്ട് നിൽക്കുക. അവരത് പറഞ്ഞിട്ട് പോയാലും നമ്മുടെ ഉള്ളിൽ ഈ സാധനം കിടന്ന് ഇങ്ങനെ പുകയും, അയ്യോ അത് കഷ്ടമായിപ്പോയി. എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. പല ഡിസ്കഷനിലും ചെന്ന് കയറി കൊടുത്തിട്ട് നമുക്ക് ആ സമയത്ത് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, പക്ഷേ നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മുടെ കാര്യങ്ങളും വിട്ടിട്ട് നമ്മൾ ഫുള്ളി ആ ഒരു കാര്യത്തിലോട് ചിന്തിച്ച് അത് വേറൊരാളുമായിട്ട് ഡിസ്കസ് ചെയ്ത് അങ്ങനെ നമ്മുടെ ഒരു എന്താ പറയുക മനസ്സമാധാനമാണ് മൊത്തത്തിൽ അവിടെ പോകുന്നത്. അപ്പം അത്തരം ഡിസ്കഷനിലൊക്കെ നിങ്ങൾ ചേർന്ന് കയറുന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊന്ന് വിട്ട് നിൽക്കുക. നമ്മളെ ഇതാകുന്ന കാര്യമല്ല. അല്ലേ അങ്ങനെ കയറുന്നുണ്ടെങ്കിൽ കേട്ടോളൂ, പക്ഷെ അത് അവിടെ വിട്ടിട്ട് പോവുക. അതിനെ ഏറ്റി അത് ചിന്തിച്ച് അങ്ങനെ പോവാണ്ട് മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക. ദെൻ ഫൈനലായിട്ട് വന്നിട്ട് ജേർണലിങ്ങിൻ്റെ ഒരുപാട് ബെനിഫിറ്റ്സ് ഞാൻ കുറേ വീഡിയോസിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജേർണലിംഗ് തന്നെ പല ടൈപ്പ് ഉണ്ട്, ട്രാവൽ ജേർണൽ അങ്ങനെ പറഞ്ഞ് പലതുണ്ട്. ഞാനിപ്പം നോർമൽ എൻ്റെ ലൈഫിൽ നടക്കുന്ന ഡെയിലി ലൈഫിൽ നടക്കുന്ന അങ്ങനത്തെ എനിക്ക് എഴുതണം എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ മാക്സിമം ജേർണൽ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ജേർണൽ ചെയ്യുന്നതോട് ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ഇമോഷൻസിനെയാണ് നമ്മൾ ഫുള്ളി അതിലേക്ക് എഴുതുന്നത്. അപ്പം എഴുതുമ്പോഴത്തേനും നമുക്കിപ്പോൾ ദേഷ്യമാണ് അത് എഴുതി തീർക്കും, സങ്കടമാണ് അത് എഴുതി തീർക്കും. വൺസ് കുറേ നാൾ കഴിഞ്ഞ് നമ്മൾ ആ ജേർണൽ എടുത്ത് നോക്കുമ്പം അയ്യോ ഞാൻ ഇന്ന് ഈ ഒരു കാര്യത്തിനാണ് ഞാൻ വിഷമിച്ചത്, അയ്യേ ഇതെന്തിനാണ് ഞാനിപ്പോൾ ഇതിന് വിഷമിച്ചത്, ഇങ്ങനെയുള്ള കുറേ തോട്ട് പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ നമ്മുടെ മൈൻഡിൽ വരും. ജേർണലിങ് ഒരു 6 months ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ, നല്ല രീതിയിലുള്ളൊരു എന്താ പറയുക ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യും. നമുക്കിപ്പോൾ ഒരാളും പറയാനില്ല, ആരും കേൾക്കാറില്ല, അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലും നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള സങ്കടങ്ങൾ അല്ലെ എന്താണ് വിഷമെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത സമയത്തുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ജേർണൽ ചെയ്ത് വെക്കുകയാണ്. നമ്മൾ എങ്ങനെയാണ് എന്താണ് സമയവും സ്ഥലവും എല്ലാം മെൻഷൻ ചെയ്ത് നമ്മളങ്ങ് പറയുകയാണ്, ഒരാളോടെന്ന രീതിയിൽ നമ്മൾ പറയുകയാണ്. അപ്പം ആ ഒരു സമയത്ത് നമ്മുടെ മനസ്സിന് നല്ലൊരു സമാധാനം കിട്ടും. ആ ഒരു ജേർണലിംഗ് എന്ന് പറയുന്ന പ്രാക്ടീസും ഒന്ന് ചെയ്തു നോക്കുക. അപ്പം ഈ പറഞ്ഞ ചെറിയ ഹാബിറ്റ്സ് നിങ്ങൾ ഇന്നേ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ലൈഫിൽ നല്ലൊരു മാറ്റം. അപ്പം ഈ ഹാബിറ്റ് ഇന്ന് തുടങ്ങാൻ പറ്റുകയാണെങ്കിൽ ഇന്ന് തുടങ്ങുക, അത്രയും ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി. അപ്പം പുതുതായിട്ട് നമ്മുടെ ഫാമിലിയിൽ കുറച്ച് പേരൂടെ വന്നിട്ടുണ്ട്. താങ്ക് യു. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.